എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 12-ാം ദിവസം. ഓം ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയായ നമ. ഇവിടെ കഴിഞ്ഞ ദിവസം ഹനുമാൻ ചാലിസ തുളസീദാസൻ എഴുതിയ ഹനുമാൻ ചാലിസ അവസാനിച്ചു. അതോടൊപ്പം തന്നെ ശ്രീ ശങ്കരാചാര്യ വിരചിത ഹനുമത് പഞ്ചരത്നം കൂടി നോക്കാം. ഇത് സംസ്കൃത ശ്ലോകങ്ങളാണ്. ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യ വിരചിത ഹനുമത് പഞ്ചരത്നം. വീതാഖില വിഷയേച്ഛം ജാതാനന്ദാശ്രു പുളകമത്യച്ഛം സീതാപതി ദൂതാദ്യം വാദാത്മജം അദ്യഭാവയേ ഹൃദ്യം. ഒന്നുകൂടെ പറയാം. വീതാഖില വിഷയേച്ഛം ജാതാനന്ദാശ്രു പുളകമത്യച്ഛം സീതാപതി ദൂതാദ്യം വാദാത്മജമദ്യഭാവയേ ഹൃദ്യം. കാമമോഹാദികൾ വെടിഞ്ഞ് ഹൃദയ സംശുദ്ധിയോടെ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ച് ആനന്ദക്കണ്ണീർ പൊഴിച്ച് പുളകിതഗാത്രനായ നിർമ്മല സ്വരൂപനും ശ്രീരാമൻ്റെ സുപ്രധാന ദൂതനുമായ ആഞ്ജനേയനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. അപ്പം ഹനുമാനെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കാമമോഹാദികൾ വെടിഞ്ഞ് ഹൃദയ സംശുദ്ധിയോടെ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ച് ആനന്ദക്കണ്ണീർ പൊഴിച്ച് പുളകിതഗാത്രനായ നിർമ്മല സ്വരൂപനും ശ്രീരാമൻ്റെ സുപ്രധാന ദൂതനുമായ ആഞ്ജനേയനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കാമമോഹാദികൾ വെടിഞ്ഞവനും ഹൃദയ സംശുദ്ധിയോടെ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ച് ആനന്ദക്കണ്ണീർ പൊഴിച്ച് പുളകിതഗാത്രനായ നിർമ്മല സ്വരൂപനുമായ ശ്രീരാമൻ്റെ സുപ്രധാന ദൂതനുമായ ആഞ്ജനേയനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള ഹനുമാനെയാണ്, എങ്ങനെയുള്ള ആഞ്ജനേയനെയാണ് ധ്യാനിക്കുന്നത് എന്നാണ് ഹനുമാനെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത് തരുണാരുണ മുഖകമലം കരുണാരസപൂരിതാപാകം സഞ്ജീവനമാശാസേ മഞ്ജുള മഹിമാനം അഞ്ജനാഭാഗ്യം. തരുണാരുണ മുഖകമലം കരുണാരസപൂരിതാപാംഗം സഞ്ജീവനമാശാസേ മഞ്ജുള മഹിമാനം അഞ്ജനാഭാഗ്യം. ഉദയാർക്കപ്രഭ പോലെ, ഉദയസൂര്യനെ പോലെ മുഖകമല ശോഭയുള്ളവനും ആശ്രയിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്നവനും മഹാനും മനോഹരനും അഞ്ജനാദേവിയുടെ സൗഭാഗ്യവുമായിരിക്കുന്ന ഹനുമാൻ എൻ്റെ ആശ്രയ കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ ആശ്രയിക്കുന്ന ഹനുമാൻ എങ്ങനെയുള്ളതാണ്? ഉദയാർക്കപ്രഭ പോലെ, ഉദയസൂര്യനെ പോലെ മുഖകമല ശോഭയുള്ളവനും. മുഖകമല ശോഭയുള്ളവൻ, താമരപ്പൂ പോലെ ശോഭയുള്ള മുഖത്തോടു കൂടിയവനും ആശ്രയിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്നവനും. ആരാണോ തന്നെ ആശ്രയിക്കുന്നത് അവരെ കരുണയോടെ കടാക്ഷിക്കുന്നവനും മഹാനും മനോഹരനും അഞ്ജനാദേവിയുടെ സൗഭാഗ്യവുമായിരിക്കുന്ന ഹനുമാനൻ്റെ ആശ്രയ കേന്ദ്രമാണ്. ഉദയാർക്കപ്രഭ പോലെ മുഖകമല ശോഭയുള്ളവനും ആശ്രയിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്നവനും മനോഹരനും അഞ്ജനാദേവിയുടെ സൗഭാഗ്യവുമായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ, ഹനുമാൻ എൻ്റെ ആശ്രയ കേന്ദ്രമാണ്. ഉദയസൂര്യൻ്റെ പ്രഭ ചൊരിയുന്ന മുഖകമലമുള്ളവനും ആശ്രയിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്നവനും മനോഹരനും മഹത്വമുള്ളവരും സുന്ദരനും അഞ്ജനാദേവിയുടെ ഭാഗ്യോദയവുമായ അല്ലയോ ഹനുമാനെ, അങ്ങ് എൻ്റെ ആശ്രയ കേന്ദ്രമാണ്. അടുത്തത് ശംബര വൈരി ശരാധികം അംബുജ ദള വിപുല ലോചനോദാരം കമ്പുഗളം അനില ദിഷ്ടം ബിംബജ്വലിതോഷ്ടം ഏക അകലംബേ. ഒന്നുകൂടെ പറയാം. ശംബര വൈരി ശരാധികം അംബുജ ദള വിപുല ലോചനോദാരം കമ്പുഗളം അനിലദിഷ്ടം ബിംബജ്വലിതോഷ്ടം ഏക അവലംബേ. കാമബാണങ്ങളെ തോൽപ്പിച്ചവനും വിശാലമായ കമലദള നയനങ്ങളുള്ളവനും
ഉദാരനും ശംഖുപോലെ അഴകാർന്ന ഗളവും ചുവന്ന തുടുത്ത കവിൾത്തടങ്ങളും അധരങ്ങളുമുള്ളവനും വായുദേവൻ്റെ ഭാഗ്യഫലവുമായ ആഞ്ജനേയനെ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഇവിടെ വീണ്ടും ഹനുമാനെയാണ് പ്രകീർത്തിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ള ഹനുമാനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത് എന്താണ്? കാമബാണങ്ങളെ തോൽപ്പിച്ചവൻ, കാമശരങ്ങളിൽ നിന്നും വിജയം വരിച്ചവനും, വിശാലമായ കമലദള നയനങ്ങളുള്ളവനും, വിശാലമായ താമരപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ കണ്ണുകളുള്ളവനും, ഉദാരഹൃദയനും, ശംഖുപോലെയുള്ള ഗളത്തോടു കൂടിയവനും, അതായത് ചുവന്നു തുടുത്ത കവിളുകളും, ഉദാരനും ശംഖുപോലെ അഴകാർന്ന ഗളവും ചുവന്നു തുടുത്ത കവിൾത്തടങ്ങളും അധരങ്ങളുള്ളവനും വായുദേവൻ്റെ ഭാഗ്യോദയമായ ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. ഞാൻ ഹനുമാനെ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ ഇവിടെ ഹനുമാൻ്റെ ഏതൊക്കെ തരത്തിലാണ് ഹനുമാൻ്റെ മഹത്വം ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഹനുമാനെ എന്താ പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഹനുമാനെ ഞാൻ ആശ്രയിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം ഹനുമാനെ നമ്മൾ ഏതു തരത്തിൽ ആരാധിച്ചാലും ഏതു തരത്തിൽ സ്തുതിച്ചാലും തൻ്റെ ഭക്തരെയൊക്കെ വായുവേഗത്തിൽ വന്ന് അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാൻ ചാലിസയും ഹനുമത് പഞ്ചരത്നവും ഒക്കെ നമ്മൾ നിത്യവും ജപിച്ച് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നേടേണ്ടതാണ്. എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കും. നമ്മൾ നമ്മുടെ സ്മരണ മാത്രയിൽ തന്നെ ശീഘ്രഫലദായകനായ പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ആ ദേവനെ എല്ലാവരും സ്തുതിക്കൂ, പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.